പരിശുദ്ധ റൂഹായ നാമത്തിൽ തനിക്ക് സ്തുതിയാൽ നീക്ക് തന്നെ. ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവ് ഉയർത്തു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ. ഇത് പല ഭാഷകളിൽ ലോകം മുഴുവനും ഉച്ചരിക്കുന്ന ഒരു ശബ്ദമാണ്. അത് പല രാജ്യങ്ങളിൽ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളിൻ്റെ സമയത്ത് പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട് ഓരോ രാജ്യങ്ങളിലും ഇത് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. യേശുക്രിസ്തു ഉയർത്തുവാൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Christ is risen, indeed he is risen. Shihokom, Charirokom. Christos Anastis, Alistos Anastis. ഇങ്ങനെ വിവിധ ഭാഷകളിൽ ഈ ശബ്ദം ഒരു ദിവസം കേൾക്കുവാനിടയായി. ലോകത്തിൽ പ്രധാനമായി എത്ര ഭാഷകളുണ്ടോ ആ ഭാഷകളുടെ എല്ലാം യേശുക്രിസ്തു ഉയർത്തു, സത്യമായും ഉയർത്തു എന്ന മനോഹരമായ ഒരു ശബ്ദം കേൾക്കുന്ന ദിവസമാണ് ഇത്. നമ്മുടെ പാരമ്പര്യപ്രകാരം ഇനി 50 ദിവസത്തേക്ക് സത്യത്തിൽ ഗുഡ് മോർണിംഗും നമസ്കാരവും നമസ്തയും ഒന്നുമില്ല. നമ്മൾ ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ നാം വിളിച്ചു പറയേണ്ട ശബ്ദം ക്രൈസ്റ്റ് ഈസ് റിസൺ, ക്രിസ്തു ഉയർത്തു. ഇൻഡീഡ് ഹി ഈസ് റിസൺ, സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു. അത് പഠിക്കണം. യേശു ക്രിസ്തു ഉയർത്തു, അവൻ സത്യമായും ഉയർത്തു എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. അത് അഭിവാദന ഒരു ഗ്രീറ്റിംഗ് വേർഡാണ്. ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ ഗ്രീറ്റിംഗ് വേർഡ് അതാണ്. കത്തോലിക്ക സഭയിൽ അവർ പരസ്പരം കാണുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ പറയും, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നാം വിളിച്ചു പറയേണ്ട ശബ്ദം ഇതാണ്: യേശു ക്രിസ്തു ഉയർത്തു, അവൻ സത്യമായും ഉയർത്തു. അതിന് നാണമൊന്നും വേണ്ട. കാരണം കർത്താവ് ഉത്ഥാനം ചെയ്ത ശേഷം സ്ലീഹന്മാർക്ക് കൊടുത്തതായ ഒരു നിർദ്ദേശമുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് കുർബാന മധ്യേ വായിച്ച വേദഭാഗം അതാണ് പറയുന്നത്. നിങ്ങൾ ലോകമൊക്കെയും പോയി ഞാൻ ഉയർത്തു എന്ന സുവിശേഷം അറിയിക്കുകയും. അതായിരുന്നു ക്രിസ്തു എന്ന സുവിശേഷത്തെ നിങ്ങൾ ലോകമൊക്കെയും പോയി അറിയിക്കുവാനെന്നാണ്. ആദ്യം പരസ്പരം ഒന്നുമുണ്ട്, അതിനുശേഷം വേണമല്ലോ ലോകക്കാരോട് പറയാൻ. യേശു ക്രിസ്തു ഉയർത്തു എന്ന് there should be a mutual greeting with each other. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിച്ചു പറയണം. Then only you can spread the message of the resurrection to others. മറ്റുള്ളവരുടെ മുമ്പാകെ വിളിച്ചു പറയാനായിട്ട് പറ്റുള്ളൂ. നാം നമ്മോടും പോലും പറയത്തില്ല, പിന്നെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനോട് പറയുന്നു. എന്നോട് പോലും ഞാൻ പറയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് വളരെ ശക്തമായി കർത്താവ് പറയുകയാണ്, യു ആർ ദ ഗോസ്പൽ പ്രീച്ചേഴ്സ്. വാട്ട് ഈസ് ഗോസ്പൽ? ഗോ ആൻഡ് സ്പെൽ ദ റിസറക്ഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു ദ വേൾഡ്. കർത്താവിൻ്റെ ഉത്ഥാനത്തെ ലോകരോട് വിളിച്ചു പറയുക. അതാണ് യഥാർത്ഥ ക്രൈസ്തവ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് കബറടക്കപ്പെട്ട് ലോകത്തിനു വേണ്ടി ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്നതാണ് എൻ്റെ സുവിശേഷമെന്ന് ഒരു ക്രിസ്ത്യാനി വിളിച്ചു പറയുമ്പോൾ അവിടെയാണ് ഉത്ഥാനത്തിൻ്റെ അർത്ഥം നിൽക്കുന്നത്. നല്ല മനോഹര രൂപികളായി എൻ്റെ മുമ്പിൽ കുറച്ച് കുപ്പായക്കാരിരിപ്പുണ്ട്. എല്ലാ കുപ്പായം ഇട്ടിരിക്കുകയാണ്. എന്ത് രസമായിരിക്കും അവരെ കാണാൻ. ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരികയാണ്, ഒരു ഹോംവർക്ക് തരികയാണ്, വേറൊന്നുമല്ല, ഒരു അസൈൻമെന്റ് തരികയാണ്. ഫോർ ദ നെക്സ്റ്റ് 50 days, whenever you meet your friends, your brothers, the other people, you just tell them that Christ is risen.
and make them to respond, indeed he is risen. അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയിപ്പിക്കണം. അതൊരു പ്രധാന ജോലിയാണ്. അത് അവരോട് ഞാൻ പറഞ്ഞത് എന്നെ അടിക്കാതെ വിടുമെന്നുള്ളതുകൊണ്ടാണ്. താഴെ ഇരിക്കുന്നവർക്കും ഇത് ബാധകമാണ്. താഴെ ഇരിക്കുന്നവർക്ക് ഇത് ബാധകമാണ്. ഞാനൊരിക്കൽ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം, അച്ഛനാണ്, മെത്രാച്ചനായിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിലൊന്നും അധികം പോയിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരപ്പച്ചൻ്റെ അടുത്ത് 2 ചെറുപ്പക്കാർ നിന്ന് അപ്പച്ചനെ സുവിശേഷം പഠിപ്പിക്കുന്നത് കാണുവാൻ ഇടയായി. നമ്മുടെ സഭാംഗങ്ങളല്ല കേട്ടോ. അപ്പച്ചൻ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ സുവിശേഷം പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ സഭാംഗങ്ങളൊന്നും അല്ല. വേറെ ഒരു സഭയാണെന്നൊന്നും എനിക്ക് പറയാനൊക്കെയല്ല, വേറെ ഏതോ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. എന്തായാലും അവരുടെ ആ ധൈര്യം കൊള്ളാം, അവരുടെ ആ മനസ്സ് കൊള്ളാം. ക്രിസ്തുവിനെ അറിയാത്ത ഒരാളിനോട് ക്രിസ്തുവിനെ വിളിച്ചു പറയാൻ കാണിക്കുന്ന ചങ്കൂറ്റം, the courage to preach the resurrection of our Lord is the meaning of resurrection to our life. അതല്ലാതെ ഇത് കഴിയുമ്പം ഇവിടെ വലിയ സദ്യ കാണുമെന്നാണ് എൻ്റെ വിചാരം. അത് കഴിയുന്നതോടുകൂടി പരിപാടി തീരുന്ന ഒരു പ്രഖ്യാപനമായി മാറരുത്. സോ ക്രൈസ്റ്റ് ഈസ് റിസൺ, indeed he is risen. നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാമോ ആ ഭാഷ മുഴുവൻ പറയണം. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഏതൊക്കെ ഭാഷയിൽ പറയാമോ അതെല്ലാം പറയണം. കാരണം കർത്താവിന് ഒരു ലാംഗ്വേജ് അല്ല. കർത്താവിന് ഈ ലോകം മുഴുവനുള്ള ലാംഗ്വേജ് കർത്താവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. വാട്ട് എവർ ലാംഗ്വേജ്, വിച്ച് എവർ ലാംഗ്വേജ് യു യൂസ്, that is the language of our Lord Jesus Christ. മിണ്ടാൻ പറ്റത്തില്ലെങ്കിൽ കൈ കൊണ്ടാങ്ങി കാണിച്ചാലും that is the language of Christ. യേശു തമ്പുരാന്റെ ഉത്ഥാനത്തിന്റെ ലാംഗ്വേജ് ആണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ആദ്യമായി ഉത്ഥാന പെരുന്നാളിൽ നിങ്ങളോട് പറയാനുള്ളത്, be the good preachers, be the good ministers of the resurrection of our Lord Jesus Christ. പുരുഷന്മാർ പിണങ്ങരുത്. സുവിശേഷം ആദ്യം പറയാനായിട്ട് അവസരം ലഭിച്ചത് സ്ത്രീകൾക്കാണ്. അത് നമ്മുടെ കുഴപ്പമല്ല, എല്ലാത്തിനും അവരതെല്ലാം ഉമ്പിക്കുന്നത്. അതുകൊണ്ടാണ് പാപം ചെയ്തതിനകത്ത് ആദ്യം അവരാണ് നിന്നത്. അതുകൊണ്ടാണ് വിശുദ്ധരാകുന്ന കാര്യത്തിലും അവർ മുമ്പിൽ നിന്നത്. മഗ്ദലക്കാരത്തി മറിയമാണ് ആദ്യം കർത്താവിനെ കണ്ടത്. കർത്താവ് ഉയർത്തു എന്ന് കർത്താവിന് വിളിച്ചു പറഞ്ഞത്. ദാറ്റ് ഈസ് എ ഗോസ്പൽ. അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മറ ആദ്യം ഇവിടെ ഇങ്ങോട്ട് വിടുന്നത്, തിരിച്ചു വിടാതിരിക്കുന്ന കാരണം. ലെറ്റ് ദം സീ ഇറ്റ് ഫസ്റ്റ്. 3 പുരുഷന്മാരുടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ബാധകമല്ല ഇത് കേട്ടോ. അല്ല 3 അല്ല, അപ്പുറത്തൊരെണ്ണം ഇരിപ്പുണ്ട്. അത് ബാധകമല്ല. അവരാദ്യം കാണട്ടെ. അതാണ് അവരുടെ പിന്നാലെ ബാക്കി എല്ലാവരും, ശ്ലീഹന്മാർ പോലും അവരുടെ പിന്നാലെ. അതുകൊണ്ടാണ് ഈ അമ്മമാരോട് കൂടുതൽ പറയുന്നത്, കുഞ്ഞുങ്ങളെ നോക്കിക്കോണം. അപ്പനോട് അത് അധികം പറയാറില്ല. ഇപ്പൊ പക്ഷെ തിരിച്ചാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, വേറെ കാര്യം. പലരുടെയും തോളിൽ കുഞ്ഞു പുരുഷന്മാരുടെ കയ്യിലാണ് ഇപ്പൊ കാണുന്നത്. ഷിഫ്റ്റിംഗ് ആണ്, പല ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഈ അമ്മമാർക്കാണ് കൂടുതൽ ഉപദേശം നൽകുന്നത്. കർത്താവ് നൽകിയതാണ്. കർത്താവ് നന്മ മുഴുവൻ അവർക്കാണ് പകർന്നു കൊടുത്തിരിക്കുന്നത്, അവരിലൂടെയാണ്. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞല്ലോ, ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ കാലിൽ കണ്ണുനീര് കൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. പുരുഷൻ അതിനോട് പരിഹാസരൂപേണ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവരുടെ വിശ്വാസം വലുത് എന്ന് വിളിച്ചു പറഞ്ഞല്ലോ. സോ women are the first preachers of the resurrection of our Lord Jesus Christ. Then only the apostles came. നമുക്ക് കിട്ടാത്തൊരു ഭാഗ്യം നമ്മുടെ അമ്മമാർക്കുണ്ടായെന്ന് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് കൂടുതൽ ബഹുമാനം അമ്മയ്ക്ക്, പിന്നെ ആദ്യം അപ്പന് കൃത്യമായി കൊടുത്തിരിക്കണം. അത് മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അത് ഗൗരവത്തോടെ കാണണം. ഉത്ഥാന നാളിലാണ് ഇത് പ്രധാനമായും ഓർപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൻ്റെ ഉത്ഥാനം നൽകുന്നത് സമാധാനമാണ്, സ്നേഹമാണ്. യേശു തമ്പുരാന്റെ ഉത്ഥാനം നൽകുന്നത് സമാധാനമാണ്, സ്നേഹമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ലിജു അച്ഛൻ നടത്തിയ ഒരു പ്രമേയോത്സവ നിങ്ങൾ കേട്ട് കാണും, മദ്ബഹായ്ക്കകത്ത് നിന്ന്.
അതിനകത്ത് മുഴുവനും ഒരു വാക്ക് ഇട്ട് ഓടിക്കുമായിരുന്നു. ഏതായിരുന്നു വാക്ക്? പീസ്, പീസ്, സമാധാനം, സമാധാനം, സമാധാനം. നിന്റെ ഉത്ഥാനം നൽകുന്ന സമാധാനം. നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ? നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമേനി പറ എന്നാ പറഞ്ഞത്. സമാധാനം. സമാധാനം നഷ്ടമായിരിക്കുകയാണ്. ഉത്ഥാനം ചെയ്ത കർത്താവിനെ ശരിയായി കാണാത്തത് കൊണ്ടും ഉത്ഥാനം ചെയ്ത ക്രിസ്തു നൽകിയ സമാധാനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ടും നമ്മൾ അർഹത നഷ്ടപ്പെടുന്നു എന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ 7 പ്രാവശ്യമെങ്കിലും പീസ് ബി വിത്ത് യു ഓൾ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ, ശ്ലോമോ ലഖുൽഖൂൻ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. തിരിച്ചും കിട്ടുന്നുണ്ട്. അവിടുത്തെ ആത്മാവിനും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ തിരിച്ചും വരുന്നുണ്ട്. പക്ഷെ ഇത് വഴിയിൽ നിൽക്കുക. വഴിയിൽ നിൽക്കരുത്, അതിനെ തടസ്സപ്പെടുത്തരുത്. സമാധാനത്തെ തടസ്സപ്പെടുത്തരുത്, സമാധാനത്തെ വഴി നിർത്തരുത്. സമാധാനത്തെ ജസ്റ്റ് റിസീവ് ഇറ്റ്, വെൽക്കം ഇറ്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. 36 വയസ്സുള്ള ഒരു വനിത, തൻ്റെ ഭർത്താവ് പൂർണ്ണ ഗർഭിണിയാണ്, പുള്ളിക്കാരത്തി മരിച്ചു കിടക്കുന്നിടത്ത് മനോഹരമായ പാട്ട് പാടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. തൻ്റെ പതി മരിച്ചു കിടക്കുന്നിടത്ത് ധൈര്യം അവലംബിച്ചുകൊണ്ട് മനോഹരമായി, അത് നമ്മുടെ സഭയിൽപ്പെട്ട ഒരാളാണ്, മനോഹരമായി ഒരു ഗാനം ആലപിക്കുകയാണ്. സന്തോഷത്തോടെ ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു എന്ന് കർത്താവിനെ നോക്കി പറയുവാനായിട്ട് കഴിയുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ യേശു ക്രിസ്തു ഉത്ഥിതനാകുന്നു. അവൻ കഷ്ടം സഹിച്ച് ഉത്ഥിതനായവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന വലിയൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു കൽപ്പനയാണ്. അത് ഞാൻ വായിച്ച ഏവങ്കേലിയനിലാണ്. അവിടെ ഉത്ഥാനത്തിൻ്റെ ഏവങ്കേലിയൻ വായിച്ചപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ. സ്നേഹിക്കാൻ അറിയാമോ എൽദോ? സ്നേഹിക്കാൻ അറിയാമോ? പഠിക്കണം. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ പഠിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ സ്വീകരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ കൊടുക്കണം. ആരാണൊരു ഭാഗ്യവാൻ, ആരാണൊരു ഭാഗ്യവതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ് ഉത്തരം? ക്രിസ്തുവിന്റെ സ്നേഹത്തെ സ്വീകരിക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ഒരാളിനാണ് ഭാഗ്യവാൻ, അങ്ങനെ ഒരാളാണ് ഭാഗ്യവതി. Just receive the love of God and give the same love to others. വേറെ സ്നേഹമൊന്നും കൊടുത്ത് കളയരുത് കേട്ടോ. ഇപ്പൊ ഈ വേറെ പല സ്നേഹങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭയങ്കര അപകടമാണ്. എല്ലാം കൊടുത്ത് അവസാനം അപ്പനും അമ്മയ്ക്കും മെത്രാച്ചനും ഒന്നും ഇരിക്കപ്രതി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വേറെ ഒരു സ്നേഹം കൊടുത്തു കളയരുത്. Just receive the love of Christ, love the risen Christ, then give that the same love to others. That is selfless, sacrificial. അത് സ്നേഹമാണ്, അത് സ്വയം വെറുമയാക്കുന്നതാണ്, അത് ത്യാഗമാണ്, അത് യാഗമാണ്. ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു സത്യമാണ്. കർത്താവിന്റെ ഉത്ഥാനം ഒരു സത്യമാണ്. സത്യത്തെ ആർക്കും മറച്ചു വെക്കാൻ ഒക്കെയല്ല. You cannot hide the truth. Don't try to hide the truth. സത്യത്തെ ആരും നമസ്കരിക്കരുത്. നമസ്കരിച്ചോണം, തമസ്കരിക്കരുത്. സത്യത്തെ തമസ്കരിച്ചു കഴിഞ്ഞാൽ അത് 7 ഇരട്ടി വലിപ്പത്തോട് എഴുന്നേറ്റ് വരും. അതാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനം. സത്യത്തെ മറയ്ക്കാൻ ശ്രമിച്ചാൽ 7 ഇരട്ടി വലിപ്പത്തോടെ അത് ഉത്ഥാനം ചെയ്തു വരും. 1958-51 മലങ്കര സഭയുടെ സത്യത്തെ തമസ്കരിച്ചപ്പോൾ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിരുമേനി ഉറക്കെ വിളിച്ചു പറഞ്ഞു,
വെള്ളിയാഴ്ച ക്രൂശിച്ച സത്യം ഞായറാഴ്ച ഉയർക്കും. The truth that has been crucified on Friday will be risen on Sunday. സത്യം എഴുന്നേറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുത്. സഭാജീവിതത്തിലായാലും സഭയുടെ ചരിത്രകാര്യത്തിലായാലും നമ്മുടെ കുടുംബജീവിതത്തിലായാലും എവിടെയെങ്കിലും അസത്യങ്ങൾ പൊങ്ങി വന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആകുലരാകരുത്. പിന്നെയോ ഉറച്ചു വിശ്വസിക്കണം. The truth will be risen. പരിശുദ്ധ പൗലോസ് തിരുമേനി എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. സത്യം പതുക്കേ വരികയുള്ളൂ, നേര് നിരങ്ങിയേ വരികയുള്ളൂ. അങ്ങനെയാ. അത് ദിയസ്കോറോസ് തിരുമേനിയും ലീജു അച്ഛനും ഈ മധുവായിലുള്ള ഞങ്ങളെല്ലാവരും എല്ലാം കൂടെ ചേർന്ന് മറച്ചു വെച്ചാലും അത് പെതുക്കെ ഉയർന്ന് വരും. ആർക്കും തടഞ്ഞു വെക്കാനൊക്കുന്ന നല്ല സത്യമെന്നത്. സത്യത്തെ തടഞ്ഞു വെക്കാനൊക്കെയല്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പെയ്ഡ് സോഷ്യൽ മീഡിയകളുണ്ട്, ഇഷ്ടം പോലെയാണ്. എന്ത് വേണമെങ്കിൽ വിളിച്ചു പറയിപ്പിക്കാം, ആരെ കൊണ്ടെങ്കിലും വിളിച്ചു പറയിപ്പിക്കാം. പൈസ കൊടുത്താൽ മാത്രം മതി. പൈസ വാരി എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയിപ്പിക്കാം. ഭയക്കരുത്, നിരാശപ്പെടരുത്. ഭയന്നാലും നിരാശപ്പെട്ടാലും നാം വീണുപോകും. പിന്നെന്ത് വേണം? ഇത് അസത്യമാണ് ഈ വരുന്നത് എന്ന ബോധ്യത്തിൽ സത്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ച ക്രൂശിച്ച സത്യം ഞായറാഴ്ച ഉത്ഥാനം ചെയ്യും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സഭാമക്കളായി ജീവിക്കണം. ഞാൻ എൻ്റെ വാക്കിലൂടെ സംഹരിക്കട്ടെ. കർത്താവിൻ്റെ ഉത്ഥാനം നൽകുന്നത് സത്യത്തിൻ്റെ ഉത്ഥാനമാണ്. കർത്താവിൻ്റെ ഉത്ഥാനം നൽകുന്നത് സമാധാനമാണ്. കർത്താവിൻ്റെ ഉത്ഥാനം നൽകുന്നത് സ്നേഹത്തിൻ്റെ വ്യാപനമാണ്. കർത്താവിൻ്റെ ഉത്ഥാനം നൽകുന്നത് ക്രിസ്ത്യാനികളെന്ന നിലയ്ക്ക് നാം നല്ല മിനിസ്റ്റേഴ്സായി മാറുന്നതിന് വേണ്ടിയാണ്. ബ്രിസ്ബെയിനിൽ കൂടി വന്നിരിക്കുന്ന, സെൻറ് ജോർജ് പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന എൻ്റെ എല്ലാ വാത്സല്യ മക്കൾക്കും, അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മനോഹരമായ ഒരാശംസ ബലഹീനായ ഈ സമയത്ത് അർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്ക് സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Christ is risen, indeed he is risen.